പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കും. നമ്മളെല്ലാവരും ആയുസ് മുഴുവൻ പഠിക്കുന്നവരാണ്. മരണം വരെയും പഠിച്ചുകൊണ്ടിരിക്കും. പഠിച്ചാൽ തീരുകയില്ല. എന്നാൽ അറിവും ജ്ഞാനവും എങ്ങനെ ഉണ്ടാകും? പുസ്തകങ്ങളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും, മറ്റു പല ഇപ്പോഴത്തെ സോഴ്സിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സെൻറ്റ് ജെയിംസ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നിങ്ങൾ സൗകര്യം പോലെ വായിച്ചു. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവം നമുക്ക് തരും, ചോദിക്കണം എന്നവിടെ പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും അറിവിജ്ഞാനവും കുറവും തോന്നിയാൽ അവർ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, കിട്ടും എന്നാണ് സെൻറ്റ് ജെയിംസ് പറയുന്നത്. നമ്മുടെ അറിവും അറിവുകളുമൊക്കെ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചാൽ അദ്ദേഹം നമുക്ക് ഉത്തമമായ ജ്ഞാനം നൽകും. കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള കഴിവ് തരും. അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള പ്രത്യേക സിദ്ധി അദ്ദേഹം നമുക്ക് തരും. എന്താ കാരണം? എല്ലാ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റു ചില സുവിശേഷങ്ങൾ കാണുന്നതാണ് 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരും അത്രത്തോളം അതിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളുമായ വലിയ ഒരു സംഘത്തിന് എല്ലാവർക്കും തൃപ്തി വരികയും അധികം വരികയും ചെയ്യത്തക്കവണ്ണം ചെറിയ ഒരു ആഹാരത്തിൻ്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി അത് വർദ്ധിപ്പിച്ച് കൊടുത്തതായിട്ട് ഒരു അത്ഭുതം, വലിയൊരു അത്ഭുതമായി പോയാണ്. അതിൽ വിശുദ്ധ യോഹന്നാൻ മാത്രം പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഒരു ബാലൻ, ഒരു സൺഡേ സ്കൂൾ കുട്ടി, അവൻ്റെ കയ്യിൽ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. കാരണം ഒരു ദിവസം 2 ദിവസമൊക്കെ താമസിക്കേണ്ടി വന്നാൽ അതെല്ലാം കരുതി കൊടുത്താണ് അമ്മ വിട്ടത്. അപ്പോൾ 5000-ഉം 10000 പേരെയും കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഇവരെ പറഞ്ഞയക്കണം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഇവർ നിവർത്തി. അപ്പോഴാണ് നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം പറയുകയും അന്ത്രയോസ് ശ്ലീഹ വന്ന് കർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഈ സംഭവം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടുവന്നു. 5 അപ്പം കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാനും 2 മീൻ കൊണ്ട് എത്ര പേർക്ക് വൃത്തിയാക്കാനും. പക്ഷേ അതവർ വില്ലിങ്ങായിട്ട് മുഴുവൻ കൊണ്ട് കൊടുത്തു. ഒരപ്പം തരാം, 2 അപ്പം തരാമെന്നൊന്നും പറഞ്ഞില്ല. മുഴുവൻ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ആ ബാലൻ വളരെ മഹാമനസ്കനായിരുന്നു. അതുകൊണ്ട് അത് കയ്യിൽ വാങ്ങിച്ച് കർത്താവ് അത് വർദ്ധിപ്പിച്ചു. ഈ കഥ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരിക. നമ്മളിൽ ഈ കഥ വായിക്കുമ്പോൾ ഓർത്തോണം, നമുക്കും ദൈവം തന്ന കുറേ കഴിവുകളും അനുഗ്രഹങ്ങളും സിദ്ധികളും എല്ലാമുണ്ട്, സർഗശക്തിയുമുണ്ട്. ഇവയെല്ലാം നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ അദ്ദേഹം അത് വളർത്തി വലുതാക്കി നമുക്കും അന്യർക്കും പ്രയോജനമുള്ളതാക്കി തരും. ഈ ഒരു വലിയ പാഠമാണ്. അവിടുത്തെ ആ അത്ഭുത സംഭവത്തിൽ 5 അപ്പവും 2 മീനും കയ്യിൽ സൂക്ഷിച്ചിട്ട് പിന്നെ അത് കർത്താവിന് കൊടുത്ത ആ ബാലൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് കരുതിക്കും. ആ ബാലൻ പറഞ്ഞിരുന്ന കഥ ഇതാണ്, ഞാനിങ്ങനെയാണ് ചെയ്തത്, ഒന്നും ബാക്കി വെച്ചില്ല, എൻ്റെ പോക്കറ്റിലൊന്നും ഞാൻ ഇട്ടില്ല, മുഴുവൻ കൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം അത് അനുഗ്രഹിച്ചു. എനിക്കും അനുഗ്രഹം കിട്ടി. 10,000-10,000 പേർക്ക് ഭക്ഷണവും ഉണ്ടായി. ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി? കർത്താവിന് അത്ഭുതമൊക്കെ ചെയ്യാം, പക്ഷേ മനുഷ്യരായ നമുക്ക് അതിനകത്ത് ഒരു റോളുണ്ട്. റോൾ ടു പ്ലേ. അതുകൊണ്ട് നമ്മുടെ കഴിവുകളാകട്ടെ കഴിവുകേടുകളാകട്ടെ എല്ലാം കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരണം. അദ്ദേഹം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ കഴിവുകളാകട്ടെ, ആഹാരമാകട്ടെ, ഒന്നുമാകട്ടെ നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ കഴിവുകളും ജ്ഞാനമൊക്കെ വർദ്ധിക്കുന്നത് അന്യർക്കും വേണ്ടി പ്രയോജനപ്പെടാനാണ്. കൊണ്ട് കൊടുത്ത അപ്പം
കർത്താവ് എടുത്ത് അനുഗ്രഹിച്ച് മുറിച്ച് ശിഷ്യന്മാരെ കൊടുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പാടില്ല. ഈ സംഭവത്തിൽ ഏറ്റവും സന്തോഷിച്ചത് ആരായിരിക്കും? ഭക്ഷണം കഴിച്ച ആളുകളാണോ, ശിഷ്യന്മാരാണോ, യേശു ക്രിസ്തുവാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഭാഗത്ത് നോക്കിയാൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആ ബാലനാണ്. എൻ്റെ പേര് നമുക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. എന്നാൽ അവനായിരിക്കും ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഈ 5 അപ്പവും 2 മീനും വർദ്ധിച്ച് വരുന്ന കണ്ടപ്പോൾ അവന് കണ്ണ് തള്ളിപ്പോയി. ഒരു അത്ഭുതം നടക്കുന്നു. അവന് വലിയ സന്തോഷമായി. ഞാനിത് കൊണ്ടുവന്ന് കൊടുത്തതുകൊണ്ട് 10,000 പേർക്ക് പ്രയോജനമുണ്ട്. വളരെ സന്തോഷമാണ്. തിരിച്ച് വീട്ടിൽ ചെന്ന് അമ്മയോട് പറയും, അമ്മ തന്ന 5 അപ്പങ്ങളും 2 മീനും അത് 10,000 പേർക്ക് കൊടുക്കത്തക്കവണ്ണം 10,000 അപ്പമായിട്ട് വർദ്ധിച്ചു. മീനും അതുപോലെ വർദ്ധിച്ചു. അപ്പോൾ അവന് ഏറ്റവും വലിയ കൃതാർത്ഥത ഉണ്ടായത് എപ്പോഴാണ്? അവൻ്റെ കയ്യിലിരുന്നത് കർത്താവിനെ ഏൽപ്പിച്ചപ്പോഴാണ്. യേശു ക്രിസ്തുവിന് സന്തോഷമായി. ഇങ്ങനെ വേണം നമ്മളെല്ലാം, ബാലകരായാലും അല്ലാത്തവരായാലും, നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കാനും അന്യർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കാനും ഈ കഥ, ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ബാലൻ നമ്മുടെ കൂട്ടുകാരൻ, അവരൊരു ഫ്രണ്ടായിട്ട് നമുക്ക് സ്വീകരിക്കും. അവരോട് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം വിശദീകരണം അവൻ പറഞ്ഞു. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുന്നത് വഴി ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാസം അവസാനമായി നവംബർ തുടങ്ങുമ്പോഴത്തേക്കും കൂതോഷീത്തോ പുതിയ ചർച്ച് ഇയർ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെ കേൾക്കും. അധ്യാപകരെയും നിങ്ങളെയും സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രവർത്തകരെയും നമ്മുടെ അച്ഛന്മാരെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. Grant me, Lord, in thy mercy, spotless heart all untamed, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy, by thy grace sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy will, and abide in a clean heart. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൺഡേ സ്കൂൾ ഓൺലൈൻ പഠന പദ്ധതിക്ക് എല്ലാ നല്ല ആശംസകളും നേരുന്നു. ഓൺലൈനിൽ സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭദ്രാസന നേതൃത്വത്തോട് പ്രധാനമായിട്ടും അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറീനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ജിജു അച്ഛനോടും സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാരായ എല്ലാവരോടും, ഡയറക്ടർമാരും അധ്യാപകർ, ഹെഡ് മാസ്റ്റർമാർ തുടങ്ങിയ എല്ലാവരോടും പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു.
ഓൺലൈൻ പഠന പദ്ധതി ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിചിതമായൊരു പദ്ധതിയാണ്. COVID-19 ബാധിച്ച് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ ഓൺലൈൻ ക്ലാസ്സുകളിലും പഠന പദ്ധതികളിലും പങ്കാളികളായിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ ഒക്കുന്നില്ല. കഴിഞ്ഞ 5-6 മാസമായി ആർക്കും പള്ളിയിൽ പോകാൻ ഒക്കുന്നില്ല. വേറെ ഏതെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല. പാർക്കിൽ പോലും പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്വാസം മുട്ടലാണ് അനുഭവപ്പെടുന്നത്. എങ്ങും പോകാൻ ഒക്കുന്നില്ല. കല്യാണങ്ങൾക്ക് പോലും സംബന്ധിക്കാൻ ഒക്കുന്നില്ല. ആരെങ്കിലും മരിച്ചുപോയാൽ അവിടെ പോയി തന്നെ ആളുകളെ കാണാനായിട്ടോ പോകാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാവരും കടന്നു പോകുന്നത്, നമ്മളും കടന്നു പോകുന്നത്. ആ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതായ വേറൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഒരിക്കലും പുറത്തിറങ്ങാൻ വയ്യാത്തതായ കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നടക്കാൻ വയ്യാത്ത ആളുകൾ, തളർന്നു പോയിട്ടുള്ള ആളുകൾ, എണ്ണിച്ചിരിക്കാൻ പോലും നിൽക്കാൻ പോലും സാധിക്കാൻ വയ്യാത്തതായ ആളുകളുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ ലോക്ക്ഡൗണൊക്കെ തീരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ജനുവരി ആകുമ്പോഴത്തേക്കിന് സ്കൂൾ തുറക്കും, അപ്പോൾ സ്കൂളിൽ പോകാം എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. അതേസമയത്ത് അതൊന്നുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തവർ, മാനസികമായോ ശാരീരികമായോ വൈകല്യങ്ങളുള്ളതായ മനുഷ്യർ, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്ന ഉടനെ ദൈവം എന്ത് വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് നടക്കാം, നമുക്ക് സ്കൂളിൽ പോകാം. കഴിഞ്ഞ വർഷം നമ്മൾ സ്കൂളിൽ പോയി, അടുത്ത വർഷം ഇനി നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കും. പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നു, ഇനിയും പള്ളിയിൽ പോകാം. പെരുന്നാളുകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു, പ്രോഗ്രാമുകളിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കുറച്ച് നാളത്തേക്ക് അടച്ചിടുന്ന അവസരത്തിൽ പാർക്കിലൊക്കെ പോകാം, കളിക്കാനൊക്കെ പോകാം, പുറത്തിറങ്ങി നടക്കാം, കൂട്ടുകാരെ കാണാം. ആ അവസ്ഥയിലേക്കൊക്കെ ഇനിയും നമ്മൾ എത്തിച്ചേരുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടാവണം. ഇത് ഒരിക്കലും പാട്ടുകാരൻ പാടുന്നില്ലേ, ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല. പ്രഭാതങ്ങൾ ഉണ്ടാവും, സന്ധ്യ ഉണ്ടാവും, രാത്രി ഉണ്ടാവും, പ്രഭാതങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന അവസരത്തിൽ ഭംഗിയായിട്ട് ഈ സന്ദർഭങ്ങളെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ഈ ഓൺലൈൻ പഠനത്തിന് പറ്റുന്ന വലിയൊരു കുഴപ്പം എന്താണെന്നറിയാം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം മൊബൈൽ ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്പും മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ട്. ഇതിൽ ഓൺലൈനിൽ കൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എല്ലാ സമയവും ഫോൺ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഡേഞ്ചർ, അതിൽ പതിയിരിക്കുന്നതായ അപകടവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എപ്പോഴും പേരൻസ് നമുക്ക് ഫോൺ വാങ്ങിച്ചു തരും. എത്ര വില കൊടുത്താണെങ്കിലും എങ്ങനെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾക്കൊക്കെ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളിലേക്ക് അത് നയിക്കുമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ 8-10 വർഷം യൂറോപ്പിൽ പഠിച്ചത്. വിയന്നയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ താമസിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെല്ലുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ച ഒരു പ്രത്യേകത, അന്ന് ഈ മൊബൈൽ ഫോണൊന്നും അധികമായിട്ടില്ല. ആ അവസരത്തിൽ വീടുകളിലോ ഓഫീസുകളിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിലും ഒക്കെ ഫോണുകളുണ്ട്. ആ ഫോണൊന്നും ഒരിക്കലും രാത്രി 9 മണി കഴിഞ്ഞ് ആരും ഉപയോഗിക്കാറില്ല, ആരും ഫോൺ വിളിക്കാറുമില്ല, ആർക്കും ഫോൺ വരാറുമില്ല. അതായത് അതിനൊരു സമയനിഷ്ഠയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, രാത്രി 9 മണി കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഈ ഫോൺ ഉപയോഗിക്കുകയില്ല എന്ന് പറയണം. 9 മണി കഴിഞ്ഞിട്ട് TV കാണുമോ, വീട്ടിലിരുന്ന് മറ്റൊരു ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ, വായിക്കാമല്ലോ. ദുരുപയോഗം ചെയ്യരുത് ഈ സന്ദർഭങ്ങൾ. ഓൺലൈനിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചാറ്റിങ്ങിന് പോവുകയും ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മറ്റു പരിപാടികൾക്കായിട്ട് നമ്മളുടെ സമയം ചെലവഴിക്കുകയും ഒന്നും ചെയ്യരുത്. അതൊക്കെ അപകടങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഉണ്ടായിരിക്കുന്ന സൗകര്യങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളുകൾ, കുട്ടികൾ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവസ്നേഹത്തിൻ്റെ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന വലിയ എക്സ്പ്രഷൻസാണ് നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നമ്മളോട് കാണിക്കുന്നതായ സ്നേഹം. വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവരൊക്കെ ദൈവദാനമായിട്ട്
അവർക്ക് കിട്ടിയിരിക്കുന്ന മക്കളെന്നുള്ള രീതിയിൽ നമ്മളെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. അവരെ നല്ല വഴിക്ക് നയിക്കുവാനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. നമ്മളുടെ ജ്യേഷ്ഠ സഹോദരങ്ങളാകാം, നമ്മളുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളാവാം, നമ്മളുടെ മാതാപിതാക്കളാകാം, നമ്മളുടെ പ്രിയപ്പെട്ട ഒരു അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ട്, അധ്യാപകരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഇവരൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നവരാണ്. ആ സഹായിക്കുന്നവരെ നന്ദിയോടെ എപ്പോഴും അനുസ്മരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തർ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 8, 10, 15, 20 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. ഇനിയും ഈ ലോകയാത്രയുണ്ട്. 40, 50, 60, 80 വയസ്സുകളൊക്കെ ആകുമ്പോഴും ഈ സമയത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ, നമ്മൾക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുള്ള അങ്കിളുമാരെയും ആൻറ്റിമാരെയും ഒക്കെ ഭംഗിയായിട്ട് ഓർക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ അവരെ അനുസ്മരിക്കുവാനും നമുക്ക് സാധിക്കണം. സൺഡേ സ്കൂൾ പഠനം അനുഗ്രഹകരമാകട്ടെ. ഈ വർഷം കിട്ടുന്ന അവസരങ്ങളൊക്കെ ഭംഗിയായി ഉപയോഗിക്കുക. ഓൺലൈൻ ക്ലാസ്സുകളും ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുക. അധ്യാപകർ പറയുന്നത് കേൾക്കുക. മാതാപിതാക്കളെ അനുസരിക്കുക. ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഒരു ഞായറാഴ്ച ദിവസം കൂടി നാം ഒത്തൊരുമിച്ച് വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ സകലവിധമായ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നുമൊക്കെയും കാത്തു പരിപാലിച്ച ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ പാഠഭാഗം ആരംഭിക്കാം. നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്ന പാഠം 23 നിസായിലെ മാർ ഗ്രിഗോറിയോസ് എന്നതാണ്. പാഠം 23 നിസായിലെ മാർ ഗ്രിഗോറിയോസ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരിൽ ആ പിതാക്കന്മാരുടെ ജീവിതത്തിന് നമ്മുടെ ഓർത്തഡോക്സ് സഭ വളരെയധികം പ്രാധാന്യം നൽകുന്നു. പിതൃവിജ്ഞാനീയ പഠനം അഥവാ പാട്രിസ്റ്റിക്സ് എന്ന പേരാണ് അതിന് നൽകിയിരിക്കുന്നത്. ആ പിതാക്കന്മാരെ വലിയ പുണ്യപിതാക്കന്മാരായ സഭ കാണുവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ സഭ നിലനിൽക്കുന്നത് വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ്. ആ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാർ വളരെയധികം സഹനങ്ങളും വിഷമതകളും ഒക്കെ സഹിച്ചവരാണ്. ധാരാളം പിതാക്കന്മാർ രക്തസാക്ഷികളായിട്ടുമുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് വേദവിപരീതികളോട് എതിർത്ത് നിന്നുകൊണ്ട് സത്യവിശ്വാസം പഠിപ്പിക്കുവാനായിട്ട് ധാരാളം കൃതികളും സംഭാവനകളും ഒക്കെ ഈ പുണ്യപിതാക്കന്മാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരെ
വളരെയധികം വിലപ്പെട്ടവരായി നമ്മുടെ സഭ കണക്കാക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്ന പിതാക്കന്മാരിൽ കപ്പദോക്യൻ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന 3 പേർ ഉണ്ടായിരുന്നു. ആ 3 പിതാക്കന്മാരാണ് വലിയ മാർ ബെസേലിയോസ്, നിസായിലെ മാർ ഗ്രിഗോറിയോസ്, അവരുടെ സ്നേഹിതനായ നാസിയാൻസിലെ ഗ്രിഗോറിയോസ് എന്നിവർ. കപ്പദോക്യൻ പിതാക്കന്മാരിൽ പ്രധാനപ്പെട്ട 3 പേരാണ് വലിയ മാർ ബെസേലിയോസ്, അദ്ദേഹത്തിന്റെ സഹോദരനായ നിസായിലെ മാർ ഗ്രിഗോറിയോസ്, അവരുടെ സ്നേഹിതനായ നാസിയാൻസിലെ ഗ്രിഗോറിയോസ് എന്നിവർ. അപ്പോൾ ആ 3 പിതാക്കന്മാരിൽ ഒരാളായ നിസായിലെ മാർ ഗ്രിഗോറിയോസിനെ പറ്റിയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് വിശദമായി പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അത്രയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത്രയും ഭാഗം മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഗ്രിഗോറിയോസ് എന്ന പദം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലങ്കര സഭയിൽ ഗ്രിഗോറിയോസ് എന്ന പേരിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച ഒരു പിതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയാമോ ആ ആൾ ആരായിരുന്നു എന്ന്? അതെ, പരുമല തിരുമേനി. പരുമല തിരുമേനിയുടെ ശരിയായ പേര് ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് എന്നാണ്. അതുപോലെ തന്നെ പാമ്പാടി തിരുമേനിയുടെ ശരിയായ പേരും കുറിയാക്കോസ് മോർ ഗ്രിഗോറിയോസ് എന്നാണ്. നമ്മൾ സന്യാസ ജീവിതം എന്ന പാഠത്തിൽ പഠിച്ചു അല്ലെ, പരുമല തിരുമേനിയും പാമ്പാടി തിരുമേനിയെ പറ്റിയും ഒക്കെ. അപ്പോ പരുമല തിരുമേനിയുടെയും പാമ്പാടി തിരുമേനിയുടെയും പേരുകളിൽ ഗ്രിഗോറിയോസ് എന്ന നാമം വരുന്നുണ്ട്. ഗ്രിഗോറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ഉണർന്നിരിക്കുന്നവൻ എന്നാണ്. എന്താണ് ഗ്രിഗോറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം? ഉണർന്നിരിക്കുന്നവൻ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നിസായിലെ മാർ ഗ്രിഗോറിയോസ് ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. AD 355 വലിയ മാർ ബെസേലിയോസിന്റെ ഇളയ സഹോദരന്മാരിൽ ഒരാളായി മാർ ഗ്രിഗോറിയോസ് ജനിച്ചു. പിതാവിന്റെ പേര് യൗസേബിയോസ് എന്നായിരുന്നു, മാതാവിന്റെ പേര് എമിലിയ എന്നുമായിരുന്നു. മാതാപിതാക്കളുടെ ഭക്തി ജീവിതത്തിനേക്കാൾ ഉപരിയായിട്ട് തന്റെ സഹോദരനായ മാർ ബെസേലിയോസിന്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിനെ വളരെയധികം സ്വാധീനിച്ചത്. കൈസരിയായിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഏതൻസിൽ ഉപരിപഠനം നടത്തി. വേദശാസ്ത്രത്തിലായിരുന്നില്ല അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. വിശ്വസാഹിത്യ കൃതികൾ, തത്വചിന്ത, വൈദ്യശാസ്ത്രം എന്നിവയിലൊക്കെ അദ്ദേഹം ധാരാളം അറിവ് നേടുകയും ചെയ്തു. ഒരു ഭാഷാധ്യാപകനായി അദ്ദേഹം ജോലി നോക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് തെയോസോബിയ എന്നൊരു യുവതിയെ വിവാഹം കഴിച്ചതായും പറയപ്പെടുന്നു. അവർ ഒരു ഷെമ്മാശിനി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത്രയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിനുശേഷം വലിയ മാർ ബെസേലിയോസ് ഐറിസ് നദീ തീരത്തൊരു ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ തന്റെ സഹോദരന്റെ കൂടെ ആശ്രമത്തിൽ പോയി താമസിച്ചതിന് ശേഷം മാർ ഗ്രിഗോറിയോസിന്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ ദാർശനിക ചിന്തകൾ ഒരു യോഗാത്മക തലത്തിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. എന്താണ് യോഗാത്മക തലം എന്ന് പറഞ്ഞാൽ? മിസ്റ്റിക്കൽ വേ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ആര് ചിന്തിക്കാനായിട്ട് തുടങ്ങി? മാർ ഗ്രിഗോറിയോസ് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കാലത്ത് പരസ്പര സമ്മതത്തോടു കൂടി ആത്മീയ ജീവിതം നയിക്കുവാനായി വിവാഹ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കാമെന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ആ പതിവ് അനുസരിച്ച് നമ്മുടെ മാർ ഗ്രിഗോറിയോസും വിവാഹ ബന്ധത്തിൽ നിന്നും വേർപെട്ടു പോയി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വിവാഹ ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നൊക്കെയും വഴിമാറി അദ്ദേഹം തന്റെ മുഴുവൻ സമയവും ആശ്രമ ജീവിതത്തിനും സന്യാസ ജീവിതത്തിനും ഒക്കെയായി ചെലവിട്ടു. അങ്ങനെ ആ സമയം അദ്ദേഹം എഴുത്ത്, വായന അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. അത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലായല്ലോ. പിന്നെ തന്റെ ജീവിതം മുഴുവനും സന്യാസത്തിനായിട്ട് ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ AD 371 നിസായിലെ എപ്പിസ്കോപ്പായി നിയമിച്ചു. എന്നാൽ എപ്പിസ്കോപ്പായി നിയമിച്ചതിന് ശേഷം ഭരണപരമായ കാര്യത്തിലൊന്നും അദ്ദേഹം വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല.
അറിയൂസിന്റെ വേദവിപരീതത്തെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. എന്താണ് അറിയൂസിന്റെ വേദവിപരീതം എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയൂസ് എന്ന വ്യക്തിയെ പറ്റി? ഓക്കെ, എല്ലാവർക്കും കൃത്യമായി അറിയണം എന്നില്ല. നിങ്ങളുടെ പാഠഭാഗത്തില് അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ടീച്ചർ നിങ്ങൾക്ക് അറിയൂസ് എന്താണ്, അറിയൂസ് ആരാണ്, അറിയൂസിന്റെ വേദവിപരീതം എന്താണ് എന്ന് ഒന്ന് അത്യാവശ്യം പറഞ്ഞു തരാം. മക്കളെല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് അറിയൂസ് ആരാണെന്ന് നോക്കാം. 4-ാം നൂറ്റാണ്ടില് അലക്സാന്ദ്രിയയിൽ ജീവിച്ചിരുന്ന ഒരു പട്ടക്കാരനായിരുന്നു അറിയൂസ് എന്നറിയപ്പെടുന്നത്. ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വേദവിപരീതിയായിട്ടാണ് ഈ അറിയൂസ് അറിയപ്പെടുന്നത്. പിതാവും പുത്രനും സമന്മാരല്ലെന്നും യേശുക്രിസ്തു ജനിച്ചവനാകയാൽ ദൈവമല്ല എന്നും അദ്ദേഹം പഠിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും വിശുദ്ധ തൃത്വത്തെയും നിഷേധിക്കുന്ന തരത്തിലുള്ള വളരെ തെറ്റായ ഉപദേശങ്ങളൊക്കെ അറിയൂസ് പഠിപ്പിച്ചു. അപ്പോൾ ഈ അറിയൂസിന്റെ ഈ വേദവിപരീതത്തെ ശക്തമായി എതിർത്ത ഒരാളായിരുന്നു നമ്മുടെ മാർ ഗ്രിഗോറിയോസ്. അങ്ങനെ ഈ അറിയൂസിന്റെ വേദവിപരീതത്തെ മാർ ഗ്രിഗോറിയോസ് എതിർത്തത് കൊണ്ട് റോമൻ ചക്രവർത്തിയായ വാലൻസിന് മാർ ഗ്രിഗോറിയോസിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം റോമൻ ചക്രവർത്തി അറിയോന്റെ പക്ഷപാതിയായിരുന്നു. അതിനാൽ റോമൻ ചക്രവർത്തി മാർ ഗ്രിഗോറിയോസിനെ നാടുകടത്തി. അപ്പോൾ അങ്ങനെ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ടും അദ്ദേഹം തന്നെ ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് സമയം കണ്ടെത്തി. അതിനുശേഷം ഈ റോമൻ ചക്രവർത്തിയുടെ കാലം അവസാനിച്ചപ്പോൾ എന്ത് ചെയ്തു? മാർ ഗ്രിഗോറിയോസ് വീണ്ടും തിരികെ നിസായിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് ദൈവത്തിന്റെ രക്ഷ ഒരു മനുഷ്യനെ ഒരിക്കലും നിത്യമായ നാശത്തിലേക്ക് തള്ളിയിടുന്നില്ല എന്നും ഒടുവിൽ എല്ലാവർക്കും രക്ഷ ലഭിക്കും എന്നുള്ള സാർവത്രിക രക്ഷാ സിദ്ധാന്തം, യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന ചിന്താഗതി മാർ ഗ്രിഗോറിയോസ് വച്ചു പുലർത്തിയിരുന്നു. എന്താണെന്നൂടെ ശ്രദ്ധിച്ചേ, എന്താണ് സാർവത്രിക രക്ഷാ സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സാൽവേഷൻ? എന്താണ്? ദൈവത്തിന്റെ സ്നേഹം ആരെയും നിത്യമായ നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല, ഒടുവിൽ എല്ലാവർക്കും രക്ഷ ലഭിക്കും എന്നുമുള്ള സിദ്ധാന്തമാണ് സാർവത്രിക രക്ഷാ സിദ്ധാന്തം. അപ്പൊ ആ സാർവത്രിക രക്ഷാ സിദ്ധാന്തത്തിൽ വളരെയധികം ഉറച്ചു വിശ്വസിച്ച ഒരാളായിരുന്നു നമ്മുടെ മാർ ഗ്രിഗോറിയോസ്. ആധുനിക കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനായ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് തിരുമേനിയും ഈ ചിന്താഗതിയോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പണ്ഡിതനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും മാർ ഗ്രിഗോറിയോസിന്റെ തീരുമാനങ്ങളോട് ശക്തമായി യോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു. നമ്മുടെ മാർ ഗ്രിഗോറിയോസ് സഭയ്ക്ക് വേണ്ടി ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെയും ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞതായിരുന്നു. ധാരാളം വേദശാസ്ത്ര കൃതികളും ധാരാളം രചനകളൊക്കെയും അദ്ദേഹം നിർവഹിച്ചു. കുസ്തന്തീനോസ് പോലീസിൽ AD 381 വെച്ച് നടന്ന രണ്ടാമത്തെ പൊതു സുന്നഹദോസിൽ വിശ്വാസ പ്രമാണ ക്രോഡീകരണത്തിൽ വളരെ അധികമായ ഒരു പങ്ക് വഹിച്ചത് നമ്മുടെ നിസായിലെ മാർ ഗ്രിഗോറിയോസ് ആണ്. ദൈവം, ലോകം, മനുഷ്യൻ എന്നീ മൂന്നിനെയും സമന്വയിപ്പിക്കുന്ന ക്രിസ്തീയ വേദ ശാസ്ത്രം വിശ്വാസത്തിനും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നുവെന്ന് പണ്ഡിതനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സാക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ തൃത്വം, കൂദാശകൾ, ക്രിസ്തുവിന്റെ ജഡധാരണം, രക്ഷ, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട് എന്നിവയെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആധികാരികമായി പഠിപ്പിച്ചു. അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള അടിമത്ത സമ്പ്രദായത്തിനെയും അദ്ദേഹം ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. AD 394 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. നിസായിലെ നക്ഷത്രം എന്നാണ് മാർ ഗ്രിഗോറിയോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പോ ആത്മീയ ജീവിതത്തിന് വേണ്ടി
കുടുംബജീവിതം പോലും ഉപേക്ഷിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു മാർ ഗ്രിഗോറിയോസ്. സഭയ്ക്കു വേണ്ടി, സഭയുടെ വിശദീകരണത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അർയൂസിന്റെ വേദവിപരീതത്തെ ശക്തമായി എതിർത്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വിശുദ്ധ തൃത്വം, കൂദാശകൾ, ക്രിസ്തുവിന്റെ ജഡധാരണം, അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. നിസായിലെ മാർ ഗ്രിഗോറിയോസിന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതെല്ലാം? മാർ ഗ്രിഗോറിയോസിന്റെ ജീവിതത്തിലെ വൈശിഷ്ട്യങ്ങൾ എന്തെല്ലാമാണ്? കുസ്തന്തീനോസ് പോലീസ് സുന്നഹദോസുമായി മാർ ഗ്രിഗോറിയോസിനുള്ള ബന്ധം എന്താണ്? നിസായിലെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പിതാവ് ആരാണ്? സാർവത്രിക രക്ഷാ സിദ്ധാന്തം എന്നാൽ എന്താണ്? അതുപോലെ മാർ ഗ്രിഗോറിയോസിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? അപ്പൊ ഇങ്ങനെയുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം പുസ്തകത്തിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിച്ചെഴുതുക. അതുപോലെ ടീച്ചർ അസൈൻമെന്റ് ആയിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് തരാം. സഭയിലെ മാർ ഗ്രിഗോറിയോസ് എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള പിതാക്കന്മാരുടെ പേരുകൾ ചേർത്തൊരു ചാർട്ട് തയ്യാറാക്കുക. നമ്മുടെ സഭയിൽ ഗ്രിഗോറിയോസ് എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള ധാരാളം പിതാക്കന്മാരുണ്ട്. അപ്പോൾ ആ പിതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് കണ്ടെത്തി നിങ്ങൾ അതൊരു ചാർട്ടാക്കി തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പാഠത്തിന്റെ മനഃപാഠവാക്യം ഒന്ന് നോക്കിയാലോ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. അപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് പഠിച്ചത് നിസായിലെ മാർ ഗ്രിഗോറിയോസ് ആണ്. അത് കപ്പുദോക്യൻ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന വലിയ മാർ ബെസേലിയോസിന്റെ ഇളയ സഹോദരനായിരുന്നു. അദ്ദേഹം സന്യാസ ജീവിതത്തിന് വേണ്ടി തന്റെ സമയം കണ്ടെത്തിയ ആളാണ്. അതുപോലെ തന്നെ കുടുംബജീവിതം ഉപേക്ഷിച്ചാണ് അദ്ദേഹം സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത്. സഭയ്ക്കു വേണ്ടി അല്ലെങ്കിൽ സഭയുടെ ഉന്നമനത്തിനു വേണ്ടി ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അറിയൂസിന്റെ വേദവിപരീതത്തെ ശക്തമായി എതിർത്തിരുന്നു. അങ്ങനെ സഭയുടെ ഉന്നമനത്തിനു വേണ്ടി വിശ്വാസ പ്രമാണ ക്രോഡീകരണത്തിൽ വളരെയധികം പങ്കുവഹിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ജഡധാരണം, പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്, രക്ഷ, കൂദാശകൾ, വിശുദ്ധ തൃത്വം എന്നിവയെ പറ്റിയൊക്കെ അദ്ദേഹം ആധികാരികമായി പഠിപ്പിച്ചു. അപ്പോൾ 1 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ, സമയം കിട്ടുമല്ലോ എന്തായാലും, ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകണ്ട, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോ കുറെ അധികം സമയം ആ കാലത്തൊക്കെ ജീവിച്ചിരുന്ന പുണ്യപിതാക്കന്മാരുടെ ജീവിതത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. അവരുടെയൊക്കെ ജീവിതത്തെ പറ്റി പഠിക്കുന്നത് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ, മൂല്യമേറിയ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ ജീവിതത്തെ പറ്റി കൂടുതലായിട്ട് പഠിച്ച് അവയൊക്കെയും നമ്മുടെ ജീവിതത്തിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ പാഠഭാഗം അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായിട്ട് വീട്ടിലിരുന്ന് അതൊക്കെ വായിക്കുക. നന്ദി, നമസ്കാരം.